ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിലെ വീഴ്ച സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ്. ജോയിന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. അസോസിയേറ്റ് പ്രൊഫസർ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും തെളിവ് ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ആരോപണം. വിശദാംശങ്ങൾ ഷീജ നൽകും. ഷീജ, ഇക്കാര്യത്തിൽ പുതിയ അന്വേഷണ ചുമതല ജോയിന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കും പരിശോധിക്കുക? ജിഷയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക്. ഇതേ തുടർന്നാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് DMEക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ഇതിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്മേൽ ഇതിൽ അന്വേഷണം നടത്തി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും 28-ാം തീയതിയാണ് ജിഷ കൊല്ലപ്പെടുന്നത്. 29-ാം തീയതി റിപ്പോർട്ടായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയത് 5-ാം ദിനം മാത്രമാണ്. അതോടൊപ്പം തന്നെ അസോസിയേറ്റ് പ്രൊഫസർ മുഴുവൻ സമയവും ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിലും വീഴ്ച പറ്റി എന്നുള്ളത് ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിൽ നിന്നും അപ്രത്യക്ഷരായവരെ പോലീസ് അന്വേഷിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതേസമയം പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി IG മഹിപാൽ യാദവ് അറിയിച്ചു. കേസിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ഹർജി സമർപ്പിച്ചു. ജിഷ കൊലക്കേസ് അന്വേഷണത്തിൽ വീഴ്ച സംബന്ധിച്ച് DGP. പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയില്ലെന്ന് DGP. ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് DGPയുടെ പരാമർശം. ഫോട്ടോ മാത്രമാണ് എടുത്തതെന്ന് DGP റിപ്പോർട്ടിൽ പറയുന്നു. പെരുമ്പാവൂരിൽ ജിഷ എന്ന പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സംഭവത്തിൽ പോലീസിന്റെ അനാസ്ഥയും വീഴ്ചയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇതുവരേക്കും പ്രതികരിക്കാതിരുന്ന, സംഭവസ്ഥലത്ത് ഇന്നേവരെയും സന്ദർശിക്കാതിരുന്ന സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറാണ് കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിൽ നിരവധി പാളിച്ചകൾ ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോയിൽ പകർത്തിയില്ലെന്നും പോസ്റ്റ്മോർട്ടം പോലീസ് സർജനെ കൊണ്ട് ചെയ്യിച്ചില്ല എന്നതുമടക്കം പോലീസിന്റെ ഗുരുതര വീഴ്ചകൾ വിശദീകരിച്ചാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് DGP TP സെൻകുമാർ രഹസ്യ റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ DGP മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലീസിന്റെ വീഴ്ച പരസ്യമായി സമ്മതിക്കുകയായിരുന്നു. നോക്ക്, ഇതെല്ലാം ആരാണ് പറയുന്നത്? ഏതെങ്കിലും സയന്റിഫിക് എക്സ്പെർട്ടാണോ പറയുന്നത്? അപ്പം നോക്കുക, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് സാമാന്യം നല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തി പരിചയമുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ പറയാം. ജിഷയുടെ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുചോദ്യവുമായാണ് DGP മാധ്യമപ്രവർത്തകരെ നേരിട്ടത്. അത് ഏത് നിയമമാണെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ജിഷയുടെ കൊലപാതകത്തിൽ ആദ്യം മുതൽക്കേ പോലീസ് ഇൻസ്പെക്ടറും CIയും അടക്കമുള്ളവർ സ്വീകരിച്ച നടപടികളിലെ അപാകതയും TP സെൻകുമാർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹം ധൃതി പിടിച്ച് സംസ്കരിച്ചതും ക്രൂരമായ കൊലപാതകമായിട്ടും സീനിയർ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ ചുമതല നൽകാത്തതും അടക്കമുള്ള വീഴ്ചകൾ അക്കമിട്ട് സമ്മതിച്ച DGP ഇപ്പോൾ അന്വേഷണത്തിന് ബെസ്റ്റ് ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്നും മറ്റൊരു ടീമിനെ കിട്ടാനില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. DGP ഉത്തരവാദിത്തം നിറവേറ്റിയോ എന്ന് അന്വേഷിക്കണമെന്ന് പിണറായി. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഉന്നതതല ഇടപെടൽ നടന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടൽ നടന്നെങ്കിൽ അതും അന്വേഷിക്കണമെന്നും പിണറായി പറഞ്ഞു. കേരളത്തിന്റെ DGP അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ? പരിശോധിക്കേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനാ സംവിധാനം വേണം. പോലീസ് അനാസ്ഥയ്ക്കെതിരെ LDF ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. DYSP ഓഫീസിലേക്ക് LDF സംഘടിപ്പിച്ച ബഹുജന മാർച്ചിൽ ആയിരങ്ങളാണ് അണിനിരന്നത്. ധനയായ ദളിത് പെൺകുട്ടിയെ അരിങ്കൊല ചെയ്തവരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിക്കെതിരെ കടുത്ത ജനരോഷത്തിനാണ് പെരുമ്പാവൂർ സാക്ഷ്യം വഹിച്ചത്. ഇടതുമുന്നണി സംഘടിപ്പിച്ച DYSP ഓഫീസ് മാർച്ചിൽ ആയിരങ്ങൾ അണിനിരന്നു. മാർച്ച് DYSP ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതികളെ പിടികൂടുന്നതുവരെ അതിശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരവും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാത്രിയെത്തും പകലൊന്നുമില്ലാതെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ ഒരു വനിതാ പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതികളെ പിടികൂടുന്നതുവരെ നീതി ലഭിക്കുന്നതുവരെ തുടർച്ചയായ പ്രക്ഷോഭത്തിലേക്ക് ഇവിടെ വരികയാണ്. എം.ബി. രാജേഷ് എം.പി മാർച്ചിന് നേതൃത്വം നൽകി. CPI നേതാവ് ആനി രാജ, സാജു പോൾ MLA, കെ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ മാർച്ചിനെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാളെ പെരുമ്പാവൂരിലെത്തും. ഇടത് സമരത്തെ അഭിവാദ്യം ചെയ്യുന്ന പിണറായി കൊല്ലപ്പെട്ട ജിഷയുടെ മാതാവിനെയും സന്ദർശിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷയുടെ അമ്മയെ കാണുന്നതിന് ആശുപത്രി അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തി. സന്ദർശനം രാജേശ്വരിക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് വിശദീകരണം. കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് ജിഷയുടെ അമ്മയെ സന്ദർശിച്ചത്. രാജേശ്വരിയുടെ ആരോഗ്യനില മോശമായതിനാലാണ് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് CL സുമ പറഞ്ഞു. പലരും നിരന്തരം കയറിക്കൊണ്ടിരിക്കുകയാണ് ആ മുറിയിലേക്ക്. അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് റെസ്റ്റ്, ഇപ്പം നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കാം ഡൗൺ ചെയ്ത് റെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് അവസരം കൊടുക്കുന്നില്ല. അവർക്ക് ശരിക്കും ഈ ഉണ്ടായ ദുരന്തത്തെ മാനസിക അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറാണ് സൈക്യാട്രിസ്റ്റ് കാണുകയും ചെയ്തു. നിയന്ത്രണമുണ്ടെങ്കിലും പ്രമുഖരുടെ നിരയായിരുന്നു ജിഷയുടെ അമ്മയെയും വീടും സന്ദർശിക്കാനെത്തിയത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് സന്ദർശനശേഷം കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിതാ കുമാരമംഗലം സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൊലപാതകം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി എന്നും ജിഷമോളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ദേശീയ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മീഷൻ ചെയർമാൻ RL പുനിയ പറഞ്ഞു. ജിഷയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായി 2 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതായി എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം വ്യക്തമാക്കി. MB രാജേഷ് MP, മന്ത്രി AP അനിൽകുമാർ, പന്ന്യൻ രവീന്ദ്രൻ, PP തങ്കച്ചൻ തുടങ്ങിയ പ്രമുഖരും സന്ദർശനത്തിനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷയുടെ കൊലപാതകത്തിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കോടിയേരി. ഇടുക്കിയിലാണ് കോടിയേരിയുടെ പ്രതികരണം. ഇപ്പൊ അവർ ചെയ്തെന്താണെന്നറിയോ? മാധ്യമങ്ങൾക്ക് മുമ്പിൽ 2 ആളെ പിടിച്ചുവെന്ന് കാണിക്കാൻ 2 പോലീസുകാരെ കൊണ്ട് പ്രച്ഛന്ന വേഷം കെട്ടിച്ചു. 2 AR ക്യാമ്പിലെ പോലീസുകാർ പ്രച്ഛന്ന വേഷം പ്രതികളായിട്ട് അഭിനയിച്ചു. അപ്പൊ മുഖം മൂടിയിട്ട് 2 ആൾ പോകുന്നു. പോലീസ് മാധ്യമങ്ങൾ പടമെടുക്കാൻ അനുവദിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് എന്ത് തോന്നി? 2 ആളെ പിടിച്ചിട്ടുണ്ട്, ഇപ്പൊ തുമ്പ് കിട്ടും. എവിടെയാ 2 ആൾ? ഇപ്പൊ കേരള പോലീസിന്റെ പണി പ്രച്ഛന്ന വേഷം കെട്ടലാണോ? ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടു, പ്രതിയെ കിട്ടുന്നില്ല, രേഖാചിത്രം വരച്ചു. രേഖാചിത്രം. കേരള പോലീസിന്റെ പണി ഇപ്പൊ രേഖാചിത്രം വരയ്ക്കലാണ്. രേഖാചിത്രം വരയ്ക്കലാണ് പോലീസിന്റെ പണിയെങ്കിൽ ഈ IPS-കാരനെ പിടിച്ച് DGP ആക്കേണ്ട കാര്യമുണ്ടോ? ആ ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ പിടിച്ച് DGP ആക്കിയത്, ഏതെങ്കിലും നല്ല ആർട്ടിസ്റ്റിനെ പിടിച്ചാക്കിയത്. ഇതൊരു പരിഹാസ്യമായ നാടക കളിയാക്കി മാറ്റിയില്ലേ ഈ കേരള പോലീസ്? വിലയിരുത്തിയ ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിന്റെ പ്രോഗ്രസ്സൂടെ പരിശോധിച്ച് നമുക്ക് കാര്യം ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഗവൺമെന്റിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും താല്പര്യം. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരുടെ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. അതിന്റെ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉള്ള എല്ലാ സംഭവത്തിലും അവരെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവരെ ശിക്ഷിക്കുന്നത് വരെ ഗവൺമെന്റ് പ്രത്യേക സംവിധാനമാണ്. ഇതുപോലെ ക്രൂരമായ കൊലപാതകം നടന്ന എല്ലാ കേസിലും. ജിഷ കൊലക്കേസിൽ DGP-യോട് സ്ഥലം സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ പരിശോധിക്കുക. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ സ്പെഷ്യൽ ടീം വെച്ചുകൊണ്ട് അവരുടെ അന്വേഷണം ഒന്ന് പുരോഗമിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഫലപ്രദമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ചിന് ഒരു പ്രത്യേക അന്വേഷണ ടീമിനെ ഇന്നലെ DGP തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇന്ന് DGP
സ്ഥലം വൈകിട്ടോടുകൂടി സന്ദർശിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ പേഴ്സണലായിട്ട് തന്നെ ഇത് ഞാൻ ഓരോ ഘട്ടത്തിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പ്രതിയെ വൈകാതെ പിടികൂടും. പലപ്പോഴും കേസ് അന്വേഷണത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നമുക്ക് പലപ്പോഴും നൽകാൻ കഴിയില്ല. അങ്ങനെ നൽകിയാൽ പലപ്പോഴും കേസ് അന്വേഷണം ഫലപ്രദമാകില്ല. ശരിയാണ് പറഞ്ഞത്, സമയം അല്പം എടുക്കുന്നുണ്ട്. അത് കൂടുതൽ തെളിവുകൾ കിട്ടാനുള്ള പരിശ്രമത്തിനിടയിലാണ്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ വമ്പൻ കൈകൾ ഉണ്ടെന്ന് പോലീസിന്റെ അനാസ്ഥ വ്യക്തമാക്കുന്നുവെന്ന് പന്ന്യൻ രവീന്ദ്രൻ. പോലീസ് ആദ്യം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളവരെ വെച്ച് പോലീസ് നാടകം കളിക്കുകയാണെന്നും പന്ന്യൻ പറഞ്ഞു. കേരളത്തെ പോലീസ് ഈ കാര്യത്തിൽ കാണിച്ച ഗുരുതരമായ വീഴ്ച, അതിന് പിന്നിലെന്താ? വല്ല ദുരൂഹതയുമുണ്ടോ? ആ വീഴ്ച എങ്ങനെ കാണിക്കാൻ കഴിഞ്ഞു? ബോധപൂർവം മൂടിവെക്കാനും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും പഴുതുണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചു എന്നാണ്. അത് പോലീസിനെ അങ്ങനെ ശ്രമിക്കാൻ ആവശ്യമായ ഒരു ശക്തി പകർന്ന ആരാണ്? പരിശോധിക്കണം. ജിഷയുടെ ദാരുണമായ കൊല അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ RL പുനിയ. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പെരുമ്പാവൂരിൽ പ്രതികരിച്ചു. Very unfortunate, and I have had a preliminary discussion with the district collector and the SP. I will have again a meeting with them after visiting the place of occurrence and after meeting the mother. So this is all, and I had the opportunity of meeting the Chief Minister of Kerala, and he had yesterday gone there, and he said that whatever is needed, we will help this family. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ശ്രീധരൻ നായർക്കൊപ്പം സരിത സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പൻ. മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സോളാർ കമ്മീഷനിൽ താൻ നുണ പറഞ്ഞതെന്നും ജോപ്പൻ. സരിതയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ജോപ്പൻ ഇക്കാര്യം തുറന്നു പറയുന്നത്. സോളാർ കമ്മീഷന് മൊഴി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ജോപ്പൻ സരിത ഫോൺ സംഭാഷണം സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻകാല വിശ്വസ്തനും PAയുമായ ജോപ്പനാണ് ശ്രീധരൻ നായർ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട കാര്യം സ്ഥിരീകരിക്കുന്നത്. ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും ഒത്തുള്ള ദൃശ്യം തൻ്റെ കൈവശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും ഒഴിവാക്കി തരാമോ എന്ന് ജോപ്പൻ സരിതയോട് പറയുന്നു. അല്ല, ഈ ഒരു 2-3 മിനിറ്റിന്റെ ഇതിനകത്ത് ജോപ്പൻ ചേട്ടനാണ് ഉള്ളത്. നമ്മൾ നോക്കിയപ്പോ അതല്ല, അതെ അത് സോളാർ കമ്മീഷനിൽ താൻ മൊഴി കൊടുത്തത് മുഴുവൻ കളവാണെന്നും സ്വയം സമ്മതിക്കുന്നതായിരുന്നു ജോപ്പന്റെ വാക്കുകൾ. സരിത മൊഴി മാറ്റുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താനും മുഖ്യമന്ത്രിക്കെതിരെ പറയുമായിരുന്നുവെന്നും ജോപ്പൻ പറയുന്നു. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ജോപ്പൻ ചേട്ടന് പഴയ സ്റ്റാൻഡിൽ അയാളെ രക്ഷിക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തതായിരുന്നല്ലോ, അറിയായിരുന്നല്ലോ. തന്നെ കുടുക്കിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില്ലറുമാണെന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും ജോപ്പൻ പറയുന്നു. ഈ മാസം 13-ാം തീയതി സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനിരിക്കെയാണ് സരിത ജോപ്പൻ ഫോൺ സംഭാഷണം പുറത്തായത്. മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സരിതയ്ക്ക് പണം നൽകിയതെന്നായിരുന്നു ശ്രീധരൻ നായരുടെ ആരോപണം. എന്നാൽ സരിതയുടെ സാന്നിധ്യത്തിൽ ശ്രീധരൻ നായരെ കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. ജോപ്പൻ സരിത ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തെളിവുകൾ പുറത്തുവരുമെന്നതാണ് കരുതപ്പെടേണ്ടത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കാട്ടുതീയെ തുടർന്ന് കാനഡയിലെ ഫോർട്ട് മക്മറേർ നിവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 80,000-ലധികം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്.
പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ സിസിയുടെ പൗരോഹിത്യ രചിത ജൂബിലി അദ്ദേഹത്തിന്റെ മാതൃഇടവകയായ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ആഘോഷിച്ചു. മലങ്കര കത്തോലിക്ക സഭയുടെ തലവൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നിറപറയും ലുലു ഹൈപ്പർ മാർക്കറ്റും കൈർലി ഫോർഡും സംയുക്തമായി നടത്തിയ വിഷുക്കൈനീട്ടം 2016 ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശി ആൻഡ്രീന ജേക്കബ് നറുക്കെടുപ്പിൽ സമ്മാനാർഹയായി. ദുബായ് സാമ്പത്തിക വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ ദുബായ് സർവീസ് എക്സലൻസ് സ്കീമിന്റെ ബെസ്റ്റ് സർവീസ് പെർഫോമൻസ് ബ്രാൻഡ് പുരസ്കാരം ജോയി ആലുക്കാസ് ജ്വല്ലറിക്ക് സമ്മാനിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ജോയി ആലുക്കാസ് അവാർഡ് ഏറ്റുവാങ്ങി. കത്തുന്ന വേനലിൽ ആശ്വാസമായി കോട്ടയം നഗരത്തിൽ ഓൺ യുവർ വാട്ടർ പദ്ധതി തുടങ്ങി. പദ്ധതി ഉദ്ഘാടനം നഗരത്തിലെ വഴിയാത്രക്കാരന് ദാഹജലം നൽകി മെഗാസ്റ്റാർ മമ്മൂട്ടി നിർവഹിച്ചു. ശുദ്ധജല സംഭരണി കളക്ട്രേറ്റ് കവലയിലെ HPC പമ്പ് കോമ്പൗണ്ടിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആണ് ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. തുടക്കത്തിൽ എറണാകുളത്ത് നടത്തിയ ഈ പദ്ധതി വൻ വിജയമായതോടെയാണ് കോട്ടയമടക്കമുള്ള മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത്.